പണിയുടെ നേരത്തെ കഴിഞ്ഞാവല്ലേ എന്ത് പണി. അപ്പൊ വടക്കന്മാരെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതോ. അപ്പൊ സംഭവിച്ചിട്ടുണ്ടാവില്ലേ, മലവെള്ളാണ്, ഒരു കണ്ടന്റ് ഓണാകുന്നില്ല. കാരണം കണ്ട വെള്ളം തോണിയെല്ലാം മുങ്ങി എല്ലാം ഇതാണ് നമ്മുടെ നാട് മുങ്ങി എല്ലാ അവസ്ഥയിലും എന്തെല്ലാം ആണ്. അപ്പൊ ഒരു കണ്ടന്റ് നടക്കുന്നില്ല. അപ്പൊ അന്ന് ഞാനും രാവിലെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു രാവിലെ ഈ മറ്റേ ആനക്കൊക്കെ വലിയ ബിരിയാണി ശരിയാ. അപ്പൊ നല്ല ആനക്കക്കേനെ പിടിച്ച് ബിരിയാണി ആക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി നോക്കിയത്. പക്ഷെ 10 കാര്യമില്ല, ഈ വെള്ളത്തിൽ ഒരു ആനക്കക്കയിൽ ഒരു സംഭവം ഒന്നുമില്ല വെച്ചാൽ ഈ വെള്ളം താണു നമുക്ക് ആനക്കക്കേനെ പിടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആനക്കക്കേനെ കിട്ടുന്നില്ല. പക്ഷെ നമ്മള് ഐഡിയ പറഞ്ഞ രാവിലെ കാലിലിട്ട് തപ്പിട്ട് കാലിനെ കൊണ്ടിട്ട് തപ്പിട്ട് എങ്ങനെ 10 രൂപ നമുക്ക് 10 രൂപ. അപ്പൊ നമ്മളാടെ ഇങ്ങനെ കണ്ടന്റിലാണ്ട് ഇരിക്കുമ്പോ റോഫ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ട അരി സാധനം ഞാൻ വാങ്ങിത്തര പോയി അല്ല പിന്നെ. അപ്പൊ അങ്ങനെ റോഫ് അരി സാധനം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളെ ആനക്കൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഒരു 10 രാവിലെ 10 റൂഫിനും നമ്മ തീരുമാനിച്ചില്ല റൂഫ് സാധനം മേടിച്ചാൽ നമുക്ക് പൗസാക്കായി. അപ്പൊ ആനക്കൊക്കെ പിടിക്കുന്ന വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ ആനക്കൊക്കെ പിടിക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല, 2 തവണ പിടിക്കുന്ന കാണിക്കാമല്ലോ അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോ ചാനൽ ഒരുപാട് കിടക്കുന്നുണ്ട്, അയാൾ കാണാത്തുള്ള വീട്ടിൽ കാണാനോ അല്ലേ. പിന്നെ ഒരു കാര്യം പറയല്ലേ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നവരല്ലേ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ കുറച്ച് സബ്സ്ക്രൈബറിലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അവിടെ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവർ എന്തായാലും മറക്കാണ്ടൊന്നും ഒരു വലിയ പണിയല്ലേ, ഒരു ചെറിയ ഞെക്കില് അല്ലേ കടികളുമ്പോ നിങ്ങൾ ഒരു ഞെക്കിയാൽ നമുക്ക് ഒരു സന്തോഷമല്ലേ. ഏകദേശം 53K വേഗം നിങ്ങൾ എല്ലാരും കൂടെ സഹകരിച്ച് നമുക്ക് വേഗം ടിങ് 100 ആക്കാം. നമുക്ക് 100 ലക്ഷം. അപ്പൊ അത്രയില്ല. അപ്പൊ ഇന്ന് പോയിട്ട് ആനക്കൊക്കെ പിടിക്കാൻ പോയത് അത്രത്തോളം കിട്ടുന്ന അറിയില്ല. എന്നാലും നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, 10-30 ആനക്കൊക്കെ അല്ലേ 10 ആനക്കൊക്കെ പിടിച്ചിട്ട് ഒരു ചെറിയ നല്ല കുക്കിംഗ് നല്ല ആനക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ആനക്കൊക്കെ ബിരിയാണി. അപ്പൊ ഓക്കെ അടിക്കാം ബാപ്പു. എന്താ കിട്ടോ നമുക്ക് വെള്ളാപ്പ നമുക്ക് ഇത് നടക്കൂല. ആനക്കൊക്കെ പിടിക്കല് നടക്കാത്തൊരു കേസാണ്. വലിയ പേമാരിയും വരുന്ന ഇരുട്ടടിച്ചിട്ട് നോക്കാം. നമുക്ക് വേണ്ടുന്ന ഒരു 10-20 കൊടുക്കാൻ പറ്റൂപ്പ കിട്ടില്ല. ഇപ്പൊ 10 കഴിഞ്ഞാലും കിട്ടിയില്ലേ, അതിന് 10 കൂടെ അല്ലേ സെറ്റ് ആവും മതി. എന്താ പക്കത്തിൽ ഏതാ എടുക്കട രാവില അത് നമ്മളിതാന്നിട്ട് നമ്മളെ കുക്കിംഗ് സ്പോട്ടായത്. എല്ലാം വെള്ളം കയറി നശിച്ചു പോയി. രാവിലെ വെള്ളത്തിണ്ടി ഇപ്പൊ കണ്ണട വേണോ? ഓ മൈ ഗോഡ്, കൊതിയിലെല്ലാം നല്ല പുക ഗുമുകുമാന്ന് പുക പോകുന്നുണ്ട്. തെറിപ്പിക്കണ രാവിലെ തെറിപ്പിക്ക്. ചെറിയ തെറിപ്പില്ലല്ലേ, തെറിപ്പുണ്ട്. ഒന്നുകൂടെ മുട്ടേക്ക്. അതിന് നല്ല തെറിപ്പുണ്ട സാധനം ഉണ്ടാവില്ലേ. മുട്ട് ഇന്നലെ ഒന്നും ഇതായിട്ടാ കൊറേ തെറിപ്പാക്കില്ലോ. രാവിലെ മതി കഴിഞ്ഞ പൊരിക്കാന്നല്ല കൊറേ കാണുമ്പോ നമ്മൾ പൊരിക്കൊണ്ടിരിക്കും. ഇനി ബിരിയാണി നാക്കല്ലോ. എന്റെ മോനെ ഇതൊക്കെ നല്ല അടിപൊളി തെറിക്കുന്ന കണ്ടല്ലോ അത്. പിന്നെ രാവിലെ ബിരിയാണി ആരോ വരുന്നുണ്ടല്ലോ ഇന്ന് നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ കാണാൻ വേണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നുണ്ട്. പാവല്ലേ അവർ നമ്മളെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഓറാടുന്ന് കമ്മിങ് ആയി വിട്ട്. അപ്പൊ ഓരോ ആനക്കൊക്കെ ടൈമിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണിന്റെ ടൈമിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ആനക്കൊക്കെ ബിരിയാണി കൊടുക്കും. ഇതിലേക്ക് കൊടുക്കൂല, മറ്റൊക്കെ തിന്നും. ഇവിടുന്ന് മാത്രം പിടിച്ച സാധനമാണേ. ഇവിടുന്ന് മാത്രം സ്പോട്ട് അവർക്ക് മാത്രം മാറ്റി വെച്ചേ. അതെ. അപ്പൊ ഇവിടുന്ന് മാത്രമേ ഏകദേശം നമുക്കൊരു 10-15-16 കിട്ടിയിട്ടുണ്ട്. ബാക്കി കരക്ക് ഒരു 10-12 ബാറിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു 10 പറയാവില്ലേ. ഞാൻ ബിഗ് ബോസിലെ ബാഗല്ലേ ഇതെന്ന് വെച്ചാല് ക്യാമറ നമുക്ക് ഇതിലേക്ക് മാറ്റി പിന്നെ മഴ നനയില്ല. ഇതിലെന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് രാവിലെ. ഇതിലെന്തെല്ലാം ഉണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പൊ സംഭവത്രയില്ലോ രാവിലെ കിട്ടിയത് വേഗം പോവാ. ഒക്കെ ഹൗസ് ബോട്ട് അങ്ങ് എത്തിയാ. ഹൗസ് ബോട്ട് എവിടെയോ എത്തി. വളക്ക് പോട്ടെ യാ മോനെ.
അപ്പൊ നമ്മ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായി അതിനുള്ള ഒരുപാട് സാധനം ഉണ്ട്. പക്ഷെ അവര് മലവെള്ളം വേണ്ട. പിന്നെ നമുക്ക് ഇന്ന് അത്ര ആവശ്യമില്ല. അത്ര ആവശ്യമില്ല. എന്തിനാണ് വെറുതെ ആവശ്യത്തിന് വേണ്ടി എടുക്കുക പോവുക. അനാവശ്യം എടുക്കരുത്. നമ്മ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഒറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയല്ലേ. നമുക്ക് ഒറ്റൊരു കാര്യം നിങ്ങളോട് പറയല്ലോ. വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കാണുന്നില്ല അമ്മ ഇങ്ങനെ ഓരോ വീഡിയോക്ക് വേണ്ടിട്ട് പൊലച്ചക്ക് രാവിലെ ഇറങ്ങി കൊതുകടി കണ്ട് മറ്റേ ചുള്ളിച്ചപ്പിന്റെ മുള്ളുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കാലിന്റെ അടിയിൽ മറ്റേ പൊതിർന്ന് മുള്ളെല്ലാം കൊണ്ട് അങ്ങനെല്ലാം ഉണ്ട് സംഭവം. എല്ലാരും കഷ്ടപ്പെട്ടിട്ട് തന്നെ. എന്നാലും പറയും നമ്മള് നിങ്ങൾ കാണുന്നവര് ജസ്റ്റ് ഒന്നും അല്ലേ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയൊരു പണിയൊന്നുമില്ല. ആ സൈഡ് പോയിട്ട് ടിൻഡിങ് അടിച്ച സംഭവം ഇല്ല. നീ തന്നെ മാസം എത്ര പൈസ കൊടുക്കണം. പൊതിയുടെ കമ്പനിയായിട്ട് തുടങ്ങേണ്ടി വരും. അപ്പൊ സംഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എല്ലാവരും കൂടി രാവിലെ അടിച്ചു പൊടിച്ച് നമ്മളെ വടക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകണം. പോട്ട് നല്ല പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ. ഇനി എത്ര കണ്ടല്ലുള്ള സ്പോട്ട് കാണിക്കണ്ടത്ര. ഇനി നമ്മൾ 100 രൂപ അടിക്കുന്നവരെ നമ്മൾ ഇടക്കിടക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുക്കും. സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പോവാ പോട്ട് പിരാന്തളി ഇങ്ങക്ക് നല്ല ചൂണ്ടക്ക് ചെമ്പല്ലി അടിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും. അല്ല വിളിക്കുന്നു. അപ്പൊ നമ്മുടെ രാവിലെ നല്ല ഇപ്പൊ ഇന്നത്തെ കുക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ നല്ല ആനക്കൊക്കെ ബിരിയാണി ആക്കാൻ വേണ്ടി പോന്നി. പക്ഷെ ആ കുക്കിംഗ് നമ്മൾ ഇന്ന് എന്താ പറയാ ഇന്നെടുത്ത വീഡിയോ ഇന്നെ ഇടും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ആനക്കൊക്കെ പാൽ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയി. പാൽ കുക്കിംഗ് എന്താന്നുള്ളത് കുറച്ച് ഞാൻ പയ്യെ പറഞ്ഞുതരാം. കുക്കിംഗ് ആണ് പാൽ കുക്കിംഗ്. ഓക്കെ അപ്പൊ ആടുന്ന കയ്യടലാക്കുന്ന നമുക്ക് പോകാൻ രാവിലെ എല്ലാം അവിടെ ചെന്നിട്ടേ പറയില്ലേ. വണ്ടി മഴ വരുന്നുണ്ട് രാവിലെ. അപ്പൊ നമ്മളെ സ്പോട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ എന്നാ നമ്മളെ പാൽ കുക്കിങ്ങിന്റെ അർത്ഥം വെച്ചാൽ വെച്ചാല് മഴ നനയാണ്ട് നമുക്ക് വേറൊരു വഴി നമുക്ക് കാണുന്നില്ല. പാലത്തിന്റെ തൂടുമ്പലുണ്ട്. തൂടുമ്പൊക്കെ ഒരു കുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ പാലത്തിന്റെ തൂടുമ്പോ നിന്ന് കുക്കിങ് രാവിലെ. ഇതാണ് ആനക്കൊക്കെ പാൽ കുക്കിങ്. ഒച്ചത്തിൽ പറഞ്ഞു ഞാൻ പുഴയില്ലേ ആനക്കൊക്കെ പാൽ കുക്കിങ്. അതെ എല്ലാവരും വാങ്ങോ. ഇനി ഇതിന്റെ മുകളിൽ കയറും രാവിലെ. വെലിഞ്ഞ് കയറണം രാവിലെ. നീ പാടാനൊക്കെ കേട്ടോ രാവിലെ. വാ ഇനി ഇങ്ങനെ കേറണ്ട മുകളിൽ. ചക്ക വീണൊക്കെ വീല നായിലേക്ക് കേറി. പിന്നെ എല്ലാടിക്കും കേറണം. ചളിയിൽ രാവിലെ എടുത്ത് ഇളമ്പൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ബേക്കിലേക്ക് ഹൗസ് ബോട്ടും പിന്നെ അവര് ചോദിക്കുമല്ലേ ഇളമ്പൊക്കെ. അപ്പൊ നമുക്കിതാ ആകെ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇളമ്പക്ക. അപ്പൊ ഈരം ജസ്റ്റ് വേഗം ക്ലീൻ ആക്കി എടുക്കട്ടെ. നമ്പർ രണ്ടാളില്ല അവിടെ അടിച്ച് റൂഫ് കൊടുക്കണ്ടേ. അരി വാങ്ങിയ റൂഫിന് രാവിലെ പാൽ കുക്കിംഗ് ആരംഭിക്കാം. അപ്പൊ അത് നമ്മളിതാ നമുക്ക് നമ്മൾ നേരത്തെ പറക്കി 36 കക്കയല്ലേ. 36 വലിയ ആനക്കക്ക. അപ്പൊ ആനക്കക്കേനെ 36 എണ്ണത്തിന് നമ്മൾ പിടിച്ച് ആദ്യം നമുക്കൊന്ന് പൊരിച്ചെടുക്കണ്ടേ. പിന്നെ കുറച്ച് വേവധികാണ്. കാറ്റുണ്ട്. കുരുമുളകും പാലും മുഖ കയറും രാവിലെ. കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇഷ്ടപ്പെടും രാവിലെ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളി ശുദ്ധമായ വെളിച്ചെണ്ണ. ഭയങ്കര വെളിച്ചെണ്ണ. കുറച്ച് ഭയങ്കര പാട്ടിലാ പറ്റുന്നത്. നല്ല രസമുണ്ടല്ലേ. ഇനി ഇങ്ങനെ പേൻ വെച്ചിട്ട് രാവിലെ പൊരിച്ച് മാറ്റിയിട്ട് പയ്യ മസാല തട്ടും. കുറച്ച് ഉപ്പറുണ്ടാ. അപ്പൊ എനിക്ക് തോന്നിരാവില്ലേ പാലത്തുമ്പോ ചിലപ്പോ കാറ്റിലായിട്ട് കുറച്ച് ഒച്ചയിലും ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും ക്ഷമിക്കുന്നു. കാരണം നമുക്ക് ഈ മഴയത്ത് നമുക്ക് ഏടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പാലം കാലിൽ പിടിച്ച് പാലം കാല് കുക്കായിരുന്നു. ഇതാണ് പാൽ കുക്ക് അല്ലേ. ഇതാ പാൽ കുക്ക്. ആനക്കൊക്കെ പാൽ കുക്ക്. ഭയങ്കര പാൽ കുക്ക്. അപ്പൊ സംഭവം കിട്ടെ ഒരു 10 മിനിറ്റ് കിട്ടാ. എന്നിട്ട് നമുക്ക് വെച്ചെടുക്കാം രാവിലെ. പിന്നീടല്ല ഈ കാറ്റിന് നമുക്ക് കത്തുന്നില്ല സാധനം. ചുക്കാനെടുത്ത് മുടി വെച്ചിട്ടുണ്ട്. വാ നമുക്ക് ഇനി ഇളപ്പക്കനാ ആനക്കൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പൊ സെറ്റായിട്ടുണ്ട്. നമുക്കിങ്ങനെ വറുത്തെടുത്തത് ഇതിലേക്ക് മാറ്റാം. ഇത് നല്ല വേവിന്റെ സാധനമാണ്. ഇനിയിപ്പോ മസാലയും കളഞ്ഞൊന്നും കൂടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ റെഡി ആവും. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് തന്നെ ആ എണ്ണി തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോയി. മലയാളി ഉപയോഗിച്ചിട്ട് കട്ട് സാധനം ഇരുത്തുന്നുണ്ട് രാവിലെ. അല്ല ഇരുത്തന്നെ ഇട്ട് വരട്ടോ നമ്മ. കളമ്പക്കേന ആ ഫ്ലേവറിൽ ഇരുത്തുന്നുണ്ടാവും. ഏടി പോകില്ല. അടിപൊളി ഇരിക്കും. അടുത്ത് ഉള്ളിയും തക്കാളി എടുത്ത് രാവിലെ എടുക്കേ.
ഞാൻ അന്നേരം ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ചിന്ത എത്തുന്നാണ് എന്തെന്ന് മറന്നു പോന്ന് നിങ്ങൾ എന്തെന്ന് ഉള്ളിയും തക്കാളി മുറിച്ചിട്ട് ഒരു സഞ്ചി കെട്ടിട്ട് വീണ്ടും അവിടെ വെച്ചിന് നമ്മൾ ലോഡ് കേട്ടാൻ മറന്നുപോയി. ഇനിയിപ്പോ അങ്ങനെ നമുക്ക് ഉള്ളി തക്കാളി കിട്ടും. ഉള്ളിയും തക്കാളി എങ്ങനെ കിട്ടില്ല മുറിച്ചാരം വിളിക്കണേ. ഞാൻ പറയൊരു കാര്യം പറയാം, ഉള്ളിയും തക്കാളി എടുത്തിട്ട് സഞ്ചിയിൽ ഒരു ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഈ പാലത്തിന് മുകളിൽ നിങ്ങൾ താരേക്ക് താക്കാൻ പറഞ്ഞ പോരെ. വെയിലൊന്നും കാണിച്ചല്ല, ചെറിയ ഐഡിയലുണ്ട്. അല്ല അങ്ങനെ ആക്കാൻ പറഞ്ഞ പോരെ. നീ മുറിച്ച് വിളിച്ചാറാ ഒരു ചൂണ്ടി കെട്ടി ഇവിടെ താക്കാൻ പറ. ഞാൻ വീട്ടിലേക്ക് വിളിച്ചാറാ അവളോട് പറയാം ഉള്ളി തക്കാളി കൊടുത്തു. അതിന് മുറിച്ച എവിടെ ഉണ്ട് ഓർത്തു? മുറിച്ച മീൻകടയിലുണ്ട്. മുറിച്ച് വിളിക്കട്ടെ, നീ ഒരൽപ്പാക്കണം. ഉള്ളിയും തക്കാളി മുറിച്ച് വെച്ചാൽ എടുക്കാൻ മറന്നുപോയി. നിനക്ക് ആടെ കൊണ്ടുത്തരും സാധനം. നീ ഒരു കാര്യം ചേർക്കും, ഒരു ചൂണ്ട കെട്ടിട്ട് പാറ്റോ താരക്ക് താക്കുവാ. എനിക്ക് ഇപ്പാടെ കൊണ്ടുത്തരും. ആ റൂമിൽ ഒരു ചൂണ്ട എടുത്തോ. എന്തെല്ലാം വിറ്റതല്ലേ ചെങ്ങായിമാർ ഇല്ലോണ്ട് രക്ഷപ്പെട്ടു, പാലത്തടിക്കായോണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആയോണ്ട് രക്ഷപ്പെട്ട്. ഇതിൽ നമ്മ മറ്റേ ഷെഡിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഷെഡിൽ തക്കാളിയിലാണ് ഇത് താക്കല്. എന്ത് ബിരിയാണിയുടെ ആടുന്ന് പൊച്ചിട്ട് പരിക്കുന്ന ചെങ്ങായി കിട്ടിയാ അയ്യോ സാധനം വന്ന് മുറിച്ച് ഒന്ന് ആട്ടി വെക്കാം, കുറച്ചും കൂടെ ആട്ടിടുവാ. ആ വെറ്റ് 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 ആ ഇട്ടോ ഇട്ടോ കിട്ടി കിട്ടി കിട്ടി. ഓരോ വിറ്റോയിക്കൊള്ളു. അപ്പൊ മുറിച്ച് നമ്മളെ സാധനം കൊണ്ടുവന്നിട്ടാവല്ലേ. ആ കിട്ടി വലിച്ചോ. എന്നാ പിന്നെ ഓക്കേടാ. അപ്പൊ ഇത് ലിഫ്റ്റ് പരിപാടിയാ. ലിഫ്റ്റ് നമ്മളത് അങ്ങനെയാണ്. പിന്നെ എന്താ ലിഫ്റ്റ് ഇനി അടുപ്പത്തിക്കാം. ഇനി അടുപ്പത്തിക്കേ. ഇത് എന്തൊരു കഷ്ടായി ഇത്. ഉള്ളിയും തക്കാളി കിട്ടിയ ശേഷം ബൈത് പോയി. അപ്പൊ ഒന്നും പത്ത് കാര്യമില്ല. ഇതിന്റെ വരട്ടാം. ഇതെന്തോ ചൂണ്ടുണ്ട പരിപാടി തന്നെ അവരെ. എന്നാ നരിയാക്കി കാണിച്ചിട്ട് തക്കാളിയാ. തക്കാളിക്ക് പിടിക്കണത് ചെലപ്പോ മറ്റേ വെജിറ്റബിൾസില് മീൻ ഉണ്ടാവില്ല അല്ലേ, വെജിറ്റേറിയൻ മീൻ. ഇപ്പൊ രാവിലെ പുതിയ കണ്ടുപിടുത്താണ് തക്കാളി കുക്കിങ്. പക്ഷെ തക്കാളി ചൂണ്ട കിട്ടിയില്ലൊന്നും ആ നമുക്ക് ഇങ്ങനെ പരീക്ഷിച്ചോക്കല്ലേ, ചെലപ്പോ കിട്ടിയില്ലെങ്കിലോ. ആ മതി ചാടിക്കോ. അപ്പൊ തക്കാളി ചൂണ്ടിടാൻ വേണ്ടി പോകുന്ന രാവിലെ ചാട് നോക്കാം. നമുക്ക് തക്കാളി എന്താ പിടിക്കോക്കല്ലോ. തക്കാളി ഓക്കെ. അവിടെ കെട്ടി വെക്ക്, ചിലപ്പം വലിച്ചു കൊണ്ട് പോകും ചിലപ്പോ. രാവിലെ മസാല നമുക്ക് അതിന് തോരം ഇട്ടുകൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇടുക, ഇട്ട് കൊടുക്കുക. ഇന്ന് അധികം എരിവില്ലാത്ത രാവിലെ. ആ ഒരു സാധനം പ്രധാനപ്പെട്ട സാധനം പറഞ്ഞിട്ടുണ്ട്. തക്കാളി ഉള്ളിയും കിട്ടാത്തതുകൊണ്ട് നമുക്ക് എന്തെല്ലോ ആയിപ്പോയി. ഒരു മിനിറ്റ് ആ സാധനം എടുത്തിട്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എല്ലാം അരച്ച പേസ്റ്റിൽ വെച്ച് തട്ടി കൊടുക്കാം. എല്ലിന്ന് വിപരീതമായിട്ട് നടക്കുന്നില്ല അവര്. കുക്കിങ്ങെല്ലാം എന്തെങ്കിലും ആയിരിക്കും. നല്ല അടിപൊളി കുക്കിംഗ് ആയിരിക്കുന്നത്. നൈസ് സാധനമായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. ഗ്യാസെല്ലാം തീരാനായി രാവിലെ. ഗ്യാസെല്ലാം ഏകദേശം ആയിന്. ആന്ന് ഗ്യാസെല്ലാം തീരാനായി. ആണ് എന്താ ചെയ്യോ നോക്കണം. അടുത്ത ഗ്യാസ് നോക്കാനായി. അങ്ങനെ ഓ നല്ല പാല കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പാല കുക്കിംഗ് രാവിലെ. ഇതാണ് പാല കുക്കിംഗ്. രണ്ടടക്കം കായാണ്. ഇല്ല ഇതിലേക്ക് രാവിലെ നല്ല വയറ്റ് വരും നമുക്കുണ്ടല്ലോ. കുറച്ച് ബിരിയാണി വസ്ത്രങ്ങൾ ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ മസാലയും ഈ ബിരിയാണി അങ്ങനത്തെ വലിയ 100% ഓക്കെയൊന്നല്ല. അതൊന്നല്ല. അതായത് നമ്മൾ സുമാരൊരാക്കില് നമ്മളൊരു കണക്ക് നമ്മ വെക്കും. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. ഇത് നോക്കിയിട്ട് ഇതിന്റെ റെസിപ്പി നോക്കിയിട്ട് ആക്കിയിട്ടേക്ക് പേടാവും. ചിലപ്പോ നല്ല കിട്ടല്ലോ. അങ്ങനെ ഒരു ഫോണോ ചിലപ്പോ ഉണ്ടാവില്ല. നമുക്ക് ടേസ്റ്റിലോണ്ട് നമ്മളൊരു ഇഷ്ടത്തിന് വെക്കില്ല അല്ലേ. ചെങ്ങായി പടിഞ്ഞാറത്ത് നല്ല പേമാരി പിടിച്ച് പെരുത്തിട്ടെങ്കിൽ നല്ലൊരു മഴ. നല്ല ഇട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയായിട്ടില്ലേ. ആനക്കക്കിരങ്ങൻ ഇളമ്പൊക്കെ എന്നെ പറയുന്നു. നമുക്ക് ആനക്കക്കാണ് വാങ്ങി വരുന്നില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് വെച്ചിട്ട് തൈര് ഇട്ടാൽ സെറ്റ്. അപ്പൊ അവസാനമായിട്ട് രാവിലെ കുറച്ച് ഇതും കൂടി ഇട്ടാൽ നമ്മള് പരിപാടി തീർന്നേ. മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മള് മസാലേന്റെ പരിപാടി തീർന്നേ. അതിന് ചോറ് വെക്കണം.
അങ്ങനെ ശരിയാവില്ല. ബിരിയാണി വേണം. ബിരിയാണി റൈസില്ലാണ്ട് നമ്മുടെ എക്സ്ട്രാ കഴിച്ചു നോക്കട്ടെ. അങ്ങനത്തെ തുറങ്ങിയാണ് കൊള്ളാം കൊള്ളാം. അപ്പൊ സംഭവം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറ് വെക്കുന്ന പരിപാടിയാണ്. അരി കേടുണ്ടാവില്ലേ? ഇത് ഓഫാക്കിട്ട് അരി കേടും രാവിലെ നല്ല അരി കഴുകി പോയിട്ട് മണ്ണിൽ ചൂടായിട്ട് രാവിലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. മുന്തിരി കുറേ പണിത് നല്ല മുന്തിരി ചോറ മുന്തിരി വേണ്ടുന്ന രാവിലെ മുന്തിരി ഉള്ളിലെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതാണ് കിടക്കട്ടെ. ഇനി നമുക്ക് ചോറ് വെക്കണ പരിപാടി ഒക്കെ ഉണ്ട്. ചോറ് വെക്കേണ്ട പരിപാടി ഉണ്ട്. അവിടെ ഇതിലും പോയി രാവിലെ ഏത് ബോട്ട് വരുന്നുണ്ടോ? ബോട്ടിൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ബോട്ടിലാടിയാ ബോട്ട് ബോട്ടിന്റെ പോട്ടല്ലേ? ബോട്ടിന്റെ അവിടെ നമുക്ക് അരിയിടാനാ. ഇത് വളർന്ന് തിളക്കട്ടെ രാവിലെ. നല്ലോണം തിളക്കട്ടെ. വെള്ളം വെച്ചാ റെഡിയല്ലേ? തിളക്കട്ടെ, വെള്ളം തിളക്കട്ടെ. സെറ്റ് ആയിട്ടുണ്ട്. അതെല്ലാം തിളക്കട്ടെ. നമുക്ക് അരിയിടാം രാവിലെ. തിളച്ച് നമുക്ക് അരിട്ട് കൊടുക്കാം. നമുക്ക് 2 കിലോ അരിയാണ്. റൂഫിന് നല്ല കിടിലം ദമ്മിട്ടിട്ടുണ്ട്. നമുക്കിവിടെ ദമ്മിടാൻ വേറെ വയ്യൊന്നുമില്ല. അടുപ്പ് കല്ലൊന്നുമില്ല. പോയാ ഇങ്ങോട്ട് ഓടിയാങ്ങ കരുതം. ഇത് മിക്കവാറും അടി ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തല്ലോ ആലേ രാവിലെ. അപ്പതാ നമ്മള് നെയ്ച്ചോറിലെ കിടിലായിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി നല്ല റൈസ് ആയിരിക്കും. കിടലേ നമുക്ക് ഞാൻ ഇന്ന് പ്ലേറ്റിലെടുത്തോളെ. എന്റെ മോനെ നല്ല രസം ഉണ്ടാവും. മതി കുറച്ചെടുത്താ നിങ്ങ കിട്ടിയില്ലേ? അവിടെ തന്നെ കടക്കട്ടെ രാവിലെ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് സൈഡ് ഡിഷ് ആയിട്ട് രാവിലെ കുറച്ച് തൈര് കച്ചമ്പർ 2 കക്കിരി ഇതൊക്കെ അതിന്റെ ശാസ്ത്രീയമായിട്ട് കഴിക്കണ്ടാവില്ലേ? അതിന്റേതായ രീതിയിൽ കഴിക്കണം. ഉണ്ടാക്കിയുള്ള സാധനമാണ് വിളമ്പിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ നീ ഇത് വയ്യത്തുന്നോ? അല്ല ഞാൻ ടേസ്റ്റ് നോക്കണ്ടേ? അപ്പൊ സംഭവം ആദ്യം നമ്മൾ ആനക്കക്കി തന്നെ തുടങ്ങാനാവില്ലേ? ആനക്കക്ക് നോക്കിട്ടെ. ആ റൈസിനെ പറ്റി നല്ല രസമല്ലേ? രസമുണ്ട്. ഞാൻ മൂളിപ്പോന്നറിയാത് കണ്ണു തെറിച്ചാ അതിലേക്ക് നല്ല മുന്തിരി ചോറും മല്ല ചവക്കങ്ങ പേടിയാവുന്നു. ഒരു കക്കിരി കൂടി എടുത്തിട്ട് അണ്ണാക്കിൽ കയറ്റി. യോ എനിക്കിങ്ങനെ പാലും കുഴയിലും കണ്ടിട്ട് ചോറിക്കണം. എന്ത് രസം അറിയാം. ആണ്. പക്ഷെ ഈ വൈബ് നമുക്ക് ഇന്ന് ഉച്ചക്കുതിച്ചതാ. ഈന വെയിറ്റ് ചെയ്ത് നിന്നെ ആനക്കക്ക. അതാ ഈന വെയിറ്റ് ചെയ്തിന്. അപ്പൊ നല്ല കിടില ആനക്കക്കി നോക്കിയിട്ട് പുഴയും നോക്കിയിട്ട് അല്ലേ പുഴക്കിറക്കുന്ന നമ്മൾ ചുളിയുടെ ഉള്ളിൽ നോക്കിയിട്ട് ഇങ്ങനെ വെറുപ്പിച്ചിട്ട് പുഴയിലെ ടീമിലെല്ലാം വെറുപ്പിച്ചിട്ടാവല്ലേ നിങ്ങൾ ഈ വെറുപ്പിച്ച് തന്നേ. പിന്നെ വേണ്ടാണ്ട് നോക്ക് 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 ടേസ്റ്റ് നോക്ക്. വരുന്നില്ലേ? ഇതെല്ലാം കൂട്ട് കുറച്ച് മസാല അല്ലേ? ആ മസാലയെല്ലാം കൂട്ട്. പോയി നോക്കി തിന്ന്. ഇതുണ്ട് അതാ മുമ്പ് വരും. ഞാൻ ഇളക്കൊണ്ട് പറയുന്നല്ല, നേരത്തെ പറഞ്ഞ ടേസ്റ്റ് ഉണ്ട്. ഓ മുണുങ്ങ് നീ ഇനി വീഡിയോയിലും പയ്യെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് പറയാവൂലേ? ഒക്കെ വിശക്കും. കാരണം നമ്മൾ ചോറ് വെച്ചിട്ട് സത്യത്തില് വേണ്ട. കാരണം പ്ലേറ്റ് തന്നോണ്ടല്ലേ വേണ്ട. എന്നപ്പോ ശരി ചോറി കിട്ടാ. ആദ്യം ഇത് തിന്ന് തീർത്തിട്ട് നമുക്ക് കാണാം രാവിലെ. അപ്പൊ നമ്മൾ ആനക്കൊക്കെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് നടന്നു കഴിഞ്ഞല്ലേ? അപ്പൊ ഇനി നമ്മളെ സ്പോട്ട് ഇനി അടുത്ത മഴ കഴിയുന്നവരെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലെ ഇതിന്റെ ഈ പാലത്തിന്റെ അടിയിലായിരിക്കല്ലോ അല്ലേ? ആക്കണം വിചാരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം പുറത്ത് ഇപ്പൊ നല്ല ഐഡിയ ഉണ്ട്. ഇനി പുറത്ത് മഴത്തടി പോകണ്ടല്ലോ അത്രയും. അപ്പൊ നമ്മുടെ കിടിലൻ ആനക്കൊക്കെ ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടി ബിരിയാണിക്ക് വേണ്ടി നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റൌഫിന്റെ മീൻകട. അബ്ദുൾ റൌഫ് അത് നമുക്ക് സാധനമായി തന്നെ ബിരിയാണി വെക്കടാന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് അവിടെ പോയി ഇരുന്നു. ആ റൌഫിന്റെ കൂടി പോയി ഇരുന്നാണ്. കണ്ടന്റ് ഒന്നും ഇല്ല. റൌഫ് എന്ന് പറഞ്ഞ ബിരിയാണി വെക്കടാന്ന് പറഞ്ഞിട്ട് വിട്ട് നമ്മളെ അതെ. അപ്പൊ റൌഫ് അവിടെ കറക്റ്റുണ്ട്. റൌഫിന് ബിരിയാണി കൊണ്ട് കൊടുക്കണം. അപ്പൊ നല്ല ഉണ്ടം ബിരിയാണി രാവിലെ അങ്ങനെ കൊണ്ട് തട്ടിന്റെ അടി
കറുത്ത കല്ലുമക്കായ പക്ഷെ ഇതാണ് ആനക്കൊക്കെയാണ്. അപ്പൊ ഇത് നല്ല കിട്ടില്ല ഓനെ കൊണ്ട് തട്ട കൊടുക്കാറാവില്ലേ. അപ്പൊ സംഭവം അത്രയില് ഒന്നും കൂടെ പറയാന്ന് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഉണ്ടം ബിരിയാണിയെല്ലാം കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ. അപ്പൊ പുതിയ വീഡിയോ ആണ് രാവിലെ. ഓക്കെ ടീക്കെ അല്ല പിന്നെ പോവാ. ഇനി ഇതെല്ലാം കറുത്തണ്ട രാവിലെ വീട്ടിലേക്ക്. രാവിലെ തക്കാളി ചൂണ്ടി വലിച്ചു നോക്കാൻ വേണ്ടി പോയത്. തക്കാളി കടിക്കാണ്ട് കൊത്തിരിക്കുന്ന തക്കാളി ഇട്ട് വരക്കുണ്ട്. എന്തുന്നുണ്ട് ഒന്നുണ്ടാവില്ല തോന്നുന്നു. ഏറെ വരെ കൊണ്ട് പോയിട്ടില്ല തക്കാളി മീനെന്നാ മറ്റേ സസ്യബുക്കാ തെറിക്കുന്ന തക്കാളി അത് പ്രാവിനെ പായിക്കലാണ്.